അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വർക്കലയിലാണ്. വർക്കലയിലെ ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയാണ്. പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും ഈ ആശുപത്രിയെ കുറിച്ച് അറിയാം. ഈ ആശുപത്രിയുടെ പ്രത്യേകത കുറഞ്ഞ ചെലവിൽ പ്രകൃതി ചികിത്സയെ അനുഭവിച്ച് കടൽ തീരത്ത് വളരെ ശാന്തമായി മനസ്സും ശരീരവും ഒക്കെ വളരെ ശാന്തസുന്ദരമാക്കി സമാധാനത്തോടുകൂടി ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സർവീസ് സെന്റർ വേണമെങ്കിൽ പറയാം. പ്രകൃതി ചികിത്സാപരമായിട്ടുള്ള ഒരു സർവീസ് സെന്ററാണ് ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രി. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്, മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഉറപ്പാക്കുന്നത്. ഈ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് വാർത്തയ്ക്കൊപ്പം നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ ഇവിടെ ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല സഹായമാണ്. ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. 4ാമത്തെ തവണ. ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് നല്ല സന്തോഷമാണ്, നല്ല ഇതാണ്. ഞാൻ വന്നിട്ട് ഇപ്പം 10 ദിവസമായി, നാളെ പോകുന്നുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് ആണ്. കേട്ടറിഞ്ഞു വന്നതാണ്. വന്നിവിടെ കഴിഞ്ഞ സത്യം പറഞ്ഞാല് സ്വർഗ്ഗതുല്യമെന്നാ പറയേണ്ടത്. സ്റ്റാഫ്, ഇവിടുത്തെ ഹൈജീനിക്ക്, വൃത്തി, ഇവിടുത്തെ ട്രീറ്റ്മെന്റ്, ഓരോന്നും ഒന്നും നമുക്ക് സത്യം പറഞ്ഞാല് 10 ദിവസമായി. 10 ദിവസമല്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ 8 ദിവസം, ഇത് 8ാമത്തെ ദിവസമാണ്. എനിക്ക് വിശപ്പോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകണമെന്നേ ഇല്ല. ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാമെങ്കിൽ വലിയ ഉപകാരം. വളരെ നല്ല ഇതുപോലൊരു പരിപാടി വേറെ കേരളത്തിലില്ല. അതുകൊണ്ട് ഇത് വളരെ ജനങ്ങൾക്ക് പറ്റിയൊരു സ്ഥാപനമായിട്ട് ഞാൻ കണക്കും. റിട്ടയർഡ് SP ആണ്. ഞാൻ വന്ന വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ്, ഒരു ഓപ്പറേഷന് വേണ്ടി. അപ്പൊ വന്ന് ഇപ്പൊ 5 കിലോ 5 കിലോ കുറഞ്ഞു 10 ദിവസം കൊണ്ട്. അല്ല, 10 ദിവസം ആയില്ലേ? 10 ദിവസം ആയില്ല. 9. എങ്ങനെ ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നു? ഇവിടുത്തെ ഫുഡ്, അപ്പം ഇവിടെ ഷുഗർ, സോൾട്ട് ഇല്ല, പിന്നെ അരി ആഹാരവും ഗോതമ്പ് ആഹാരവും ഒന്നും ഇല്ല. അപ്പൊ അവിയലിലാണ് ജീവിതം. അതായത് ജീവിതം അവിയലായി തീർന്നവര് ജ്യൂസ് ഉണ്ട്, ജീവിതം മെച്ചപ്പെടും. ജ്യൂസ് ഉണ്ട്, വെജിറ്റബിൾ ജ്യൂസ്, മധുരം ഇടാത്ത വെജിറ്റബിൾ ജ്യൂസ്. ഒരാൾ പോലും എതിരു പറയാത്ത ഒരു ആശുപത്രി സംവിധാനമാണ് നിലവിലുള്ളത്. നോക്കൂ, ഈ പറഞ്ഞതിൽ 100% ആളുകളും പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയ ഒരു സർക്കാരിന്റെ സംരംഭമാണ്. അത് കലാകാലങ്ങളിലുള്ള സർക്കാരുകൾ, വ്യത്യസ്ത സർക്കാരുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ 100% സംതൃപ്തി പേഷ്യൻസിന് രേഖപ്പെടുത്തുന്ന അപൂർവം ആശുപത്രികളിൽ ഒന്നാണ് ഈ ആശുപത്രി. ആ ആശുപത്രി ഇപ്പോൾ നയിക്കുന്നത് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറാണ്. കൺഗ്രാറ്റുലേഷൻസ് ഹരികുമാർ. എന്തായാലും കാര്യം ഏത് സാധനം എടുത്താലും അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ആൾക്കാർ കണ്ടുപിടിച്ച് അവരഭിപ്രായം പറയാറുണ്ട്. നമ്മുടെ ലൈവിൽ നമ്മൾ ആരെ അറേഞ്ച് ചെയ്തതല്ല, നമ്മൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഇങ്ങോട്ട് വരാം, ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. വന്നവൽ അഭിപ്രായം, എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? എതിരഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ 10 വർഷമായി ചോറ് കഴിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ചോറുണ്ടിട്ടില്ല. അവിയല് പിന്നെ യോഗ അത്യാവശ്യം ഇവിടുത്തെ ചിട്ടയിലാണ് ജീവിക്കുന്നത് തന്നെ. അപ്പൊ ഡോക്ടർ, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്? ഞാനിതൊരു പ്രൊമോഷനായിട്ട് തന്നെ കൂട്ടിയാൽ മതി. ഇത് സർക്കാരിന്റെ സംരംഭമാണ്. നമുക്ക് 5 പൈസ സർക്കാർ റിപ്പോർട്ടർ ടിവിക്ക് പരസ്യതന്ത്രത്തിൽ നടത്തുന്ന പരിപാടിയല്ല എന്നുകൂടി ആദ്യമേ പറയട്ടെ. പറഞ്ഞു. അതിപ്പോ നമുക്ക് ഈ പറഞ്ഞാല് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ക്ലേശിച്ച് വരുന്നവരാണ്. അപ്പോൾ അവർക്കുടെ ഭക്ഷണ രീതികൾ, അവരുടെ ഒരു ജീവിതചര്യ തന്നെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു 10 ദിവസം ഇവിടെ അവരെ കിടത്തി എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം, എല്ലാ ദിവസവും യോഗ, മറ്റുള്ള ചെറിയ വ്യായാമങ്ങൾ, ഇതൊക്കെ പരിശീലിപ്പിക്കണം. അതിനോടൊപ്പമുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് എല്ലാവർക്കും കൊടുക്കും. ആദ്യം 1-2 ദിവസം ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ 2 ദിവസം അവർക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനൊരു ബുദ്ധിമുട്ട്. പിന്നെ അവർ ഇവിടുത്തെ ഭാഗമാകും. അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കുമാണ്. ഇവിടെ വരുന്ന രോഗികൾ ആരും ഇന്ന് വരെ ക്ലേശിച്ച് ബുദ്ധിമുട്ടിപ്പോയ ചരിത്രമില്ല. നമ്മളത് ചെയ്യല. കാരണം അത്രയ്ക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു കലാകാരനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിന് അനുവാദം ഉണ്ടല്ലോ? മാനസികോല്ലാസം ഉണ്ടല്ലോ ധാരാളം. ശരി, അപ്പൊ മാനസികോല്ലാസത്തിന് വേണ്ടി റിപ്പോർട്ടർ ഒരു കലാകാരന്റെ പ്രേക്ഷകർക്ക് അവതരിപ്പിക്കുകയാണ്. സുശീൽ അല്ലേ? സുശീൽ വർക്കലയാണ്, പക്ഷെ ഇപ്പൊ വർക്കൊന്നുമില്ല. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഇവിടെയാണ്, അടുത്താണ് വീട്. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് രജനീകാന്തിനാണ് സാധാരണ അവതരിപ്പിക്കുന്നത്. ஐயா எல்லோருக்கும் வணக்கம். நான் இந்த மேடையில வந்து பேசுறதுக்கு ரொம்ப ரொம்ப பெருமைப்பட்டிருக்கேன். கண்ணா, அளவுக்கு அதிகமா சூப்பர் ஆம்பளையும் அதிகமா கோபப்படுத்து பொம்பளையும் நல்லா வாழ்ந்த சரித்திரமே கிடையாது. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നന്നായി, അത് കൊള്ളാം. അപ്പൊ അടിപൊളി. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായി വരട്ടെ. നമുക്ക് ഹാരിസ് താഹയുടെ ഒരു പെർഫോമൻസ് കൂടെ കാണാം. ഹാരിസ് താഹയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഹാരിസ് താഹ ഒരു ഗിന്നസ് റെക്കോർഡ് ഉടമയാണ് അല്ലേ? വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. എന്താണ് വേൾഡ് റെക്കോർഡ്? ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്നുള്ളത്. ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ മാജിക് അവതരിപ്പിച്ച. അതെ, 12 മണിക്കൂർ കൊണ്ട് 30 വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ 30 ഡിഫറെന്റ് പ്രോഗ്രാംസ്. അപ്പൊ എന്തായാലും പ്രകടനം വളരെ ചുരുങ്ങിയ സമയമുള്ളൂ നമുക്ക്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 4 സിൽക്ക് ഉണ്ട്. എടുത്തോ. ഏതെങ്കിലും ഏതാ വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്? വെറ്റിനറി വകുപ്പ്. അപ്പൊ പച്ചയുടെ എടുത്തു.
ഓക്കെ നീല എടുക്കാം, ഒരെണ്ണം. മഞ്ഞ മഞ്ഞ എടുക്കാം. അപ്പൊ അതായത് ഓൾവേസ് യെല്ലോ എന്താണോ അല്ല എല്ലാവരും ഒന്ന് കാണിച്ചു, ഇങ്ങനെ ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചോളൂ. കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജനസമൂഹമാണ്. അപ്പൊ ഈ നവകേരള സദസ് കേരളത്തിന്റെ 14 ജില്ലകളിലും കയറി ഇറങ്ങി വരികയാണ്. ഇവിടെ വെക്കാം. ഈ 14 ജില്ലകളും കയറി ഇറങ്ങി നവകേരള സദസ് അവസാനം തലസ്ഥാന ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് പിടിക്കാം. ഇപ്പോ നവകേരള സദസ്സിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന നിവേദനങ്ങൾ, പരാതികൾ, ആവലാതികൾ എല്ലാം ഉണ്ട്. ജസ്റ്റ് അതിലേക്ക് ഒന്ന് ബ്ലോ ചെയ്യാം. ഇഷ്ടമുള്ള ഒരു സിൽക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. 4 കളർ സിൽക്ക് നിന്ന് ഇഷ്ടമുള്ള സിൽക്ക്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഷോ 4 സിൽക്കുകളും ഒരൊറ്റ സിൽക്കായിട്ട് മാറി. എല്ലാ പരാതിയും ഇതേപോലെ കൂട്ടിക്കൊഴിക്കുമെന്നാണോ പറഞ്ഞത്? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഓരോ ജില്ലയിൽ നിന്നും കിട്ടുന്ന പരാതികൾ അതാത് സ്ഥലങ്ങളിലേക്കാണ് കൊടുക്കേണ്ടത്. 4 വ്യത്യസ്ത അല്ലേ? എങ്ങനെ പറ്റിച്ചു അല്ലേ? എങ്ങനെ പറ്റിച്ചു? അങ്ങനെ പറ്റിക്കുന്ന ആളാണ്. അപ്പൊ നല്ലൊരു മെസ്സേജ് ആണ്. നല്ല കൈയ്യടി കൊടുക്കാം. അപ്പൊ ഡോക്ടർ ഹരികുമാർ പ്ലീസ്. ഡോക്ടർ ഹരികുമാർ, വെൽക്കം ഡോക്ടർ ഹരികുമാർ. ഡോക്ടർ ഹരികുമാറിനോട് നമ്മൾ ഇവിടുത്തെ അവിയലിനെ കുറിച്ച് ചോദിച്ചിരുന്നു, ഇവിടുത്തെ സുഖസൗകര്യങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്കൊന്ന് ആശുപത്രി ഉള്ളിലേക്ക് പോകാം. മൊത്തം ചെലവ് എത്ര വരും ഏകദേശം എന്നുള്ളതാണ് ഒരു ചോദ്യം. 10 ദിവസത്തെ നമ്മുടെ പാക്കേജിന് നമുക്കൊരു 3000 രൂപയെ വരത്തുള്ളൂ. ജനറൽ വാർഡാണെങ്കിൽ 3000 രൂപയ്ക്കുള്ളിലേ വരത്തുള്ളൂ. 10 ദിവസത്തെ ഭക്ഷണമടക്കം മൊത്ത ചെലവ്. ഈ നവകേരള സദസ് ആരംഭിച്ച് നമ്മളുടെ യാത്ര തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമാണ്. ഡോക്ടർ ഇതാണ്, ഡോക്ടർ ഇതാണ്. ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള അവിയൽ. ഈ അവിയലിനകത്ത് എന്തൊക്കെയുള്ളത്? എല്ലാ പച്ചക്കറിയും ഉണ്ട്. ഇതിന് വെള്ളരിക്കയുണ്ട്, ചെറിയ ചേനയുണ്ട്, കാബേജ് ഉണ്ട്, ഇതെല്ലാം ഐറ്റങ്ങളും ഉണ്ട്. കായുണ്ട്, പടവലങ്ങയുണ്ട്. എന്നുവെച്ചാൽ ഫൈബർ റിച്ച് ആണ്. ഉപ്പില്ലെന്നോ? ഉപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അത് 30 ഉപയോഗിക്കില്ല. ഇല്ല, കുറച്ചിട്ടുണ്ട്. വളരെ പേരിന് വളരെ കുറച്ച് ഉപ്പിട്ട ഫൈബർ റിച്ച് ഡയറ്റ് ആണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആണ്. അടിപൊളിയാണ്. പിന്നെ സലാഡുകൾ കൊടുക്കും രോഗികൾക്ക്. സലാഡ് ഇത് ഇത്രേ കൊടുക്കത്തുള്ള ആവശ്യം പോലെ കൊടുക്കും? അല്ല, ഒരുപാട് കുറച്ചും കൂടെ കൊടുക്കും. കുറച്ചും കൂടെ കൊടുക്കും. 200 ഗ്രാം 200 ഗ്രാം കൊടുക്കും. ഈ സലാഡ് എന്തൊക്കെയാണ്? ബോയിൽഡ് വെജിറ്റബിൾ ആണ്. ബോയിൽഡ് വെജിറ്റബിളും അല്പം തേങ്ങയുണ്ട് അല്ലേ? അതും സലാഡ്, മുളപ്പിച്ച പയറുകൾ, മുളപ്പിച്ച പയറുണ്ടോ, മുളപ്പിച്ച ധാന്യങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങളുണ്ട്. ഈ ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസ്, എല്ലാവർക്കും ഒരു ഗ്ലാസ് ഉണ്ട് രാവിലെ. പെർഫെക്റ്റ്. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഇത് ഈ 10 ദിവസം കൊടുക്കും. 10 ദിവസം. ഉച്ചയ്ക്ക് എന്താ കൊടുക്കുക? ഉച്ചയ്ക്ക് ജ്യൂസ് മാത്രമേ ഉള്ളൂ. ജ്യൂസ് മാത്രമേ ഉള്ളൂ, ചോറില്ല. വൈകുന്നേരം വീണ്ടും ഇതേപോലെ അവിയല്, നല്ല മുളപ്പിച്ച പയറ്, തണ്ണിമത്തൻ പീസ്, പുഴുങ്ങിയ വെജിറ്റബിള്, ഒപ്പം തന്നെ നല്ല പച്ചക്കറി അരിഞ്ഞത്, പഴം നുറുക്കിയത്, തണ്ണിമത്തൻ ജ്യൂസ്. രാവിലെ യോഗ ക്ലാസ് ഉണ്ട്. നമുക്ക് രാവിലെ തുടങ്ങുന്ന യോഗ ക്ലാസ് ആണ്. യോഗ ക്ലാസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക് എന്നുള്ള രീതിയിൽ കുമ്പളങ്ങ നീര് കൊടുക്കും. കുമ്പളങ്ങ നീരുണ്ട്, അത് രാവിലെ കൊടുക്കും. ഇതൊക്കെ കഴിച്ച് 10 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർ മാത്രം വന്നാൽ മതി കേട്ടോ. പിന്നെ അവർക്ക് മറ്റുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. മസാജ് ഉണ്ട്, സ്റ്റീം ബാത്ത് ഉണ്ട്, പിന്നെ വെറ്റ് സോണ, ഡ്രൈ സോണ, അക്യുപഞ്ചർ, പിന്നെ സ്പൈനൽ സ്പ്രേ, ഇങ്ങനെ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം നന്നായി ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്ന സ്റ്റാഫാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? ഇവരെല്ലാവരും പെർമനന്റ് സ്റ്റാഫാണോ? ഇവരെല്ലാവരും പെർമനന്റ് സ്റ്റാഫാണ്. ഇവിടുത്തെ ബോഡി മസാജ് ആണ് അല്ലേ? നിങ്ങൾ എല്ലാവരും ഇവർക്ക് കൊടുക്കുന്നതാണ്, പരിചരണം കൊടുക്കുന്നവരാണ് അല്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു ടീം വർക്കാണ്. നല്ലൊരു ടീം വർക്ക്. എത്ര പേരുണ്ട് സ്റ്റാഫ്? ഞങ്ങൾ 37 പേരുണ്ട്. എത്ര ബെഡ് ഉണ്ട് ഇവിടെ? ഒരു അറ്റ് എ ടൈം എത്ര പേരെ? 70 പേര്. 70 പേര്. ധാരാളം ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഒത്തിരി പേര്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും കാണാൻ. അതിലേക്ക് നമ്മൾ പോകുന്നു. അതിനുമ്പോ ഡോക്ടർ ആര്യ. അതെ, ഡോക്ടർ ആര്യ. ഇവര് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പരിപാടിക്ക് ആൾക്കാർ വരുന്നതെന്ന് എൻ്റെ അടുത്ത് ചിലർ പറയാറുണ്ട്. കാരണം എന്താ, പ്രായമായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സ് ബുദ്ധിമുട്ടുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് വർക്കലയിലോട്ട് പോവുക. ഒരു 10 ദിവസം ഇവിടെ നിങ്ങൾ ചികിത്സ. എനിക്കൊന്ന് കുറച്ച് നാൾ അധികം മുമ്പേ തന്നെ 6 മാസം മുമ്പൊക്കെ ബുക്കിംഗ് വേണം. അപ്പോൾ നമ്മൾ സൗകര്യങ്ങൾ കാണാൻ പോകും. നമ്മളിനി പോകുന്നത് ഫിറ്റ്നസ് സെന്ററിലേക്കാണ്. ഇവിടെ ഒരു ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. അതേസമയം തന്നെ OP ടിക്കറ്റ് ഡെയിലി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡെയിലി ഉണ്ട്. ഡെയിലി ഒരുപാട് OP ഉണ്ട്. ഒരു 70 പേര്. നമ്മൾ ലിഫ്റ്റിൽ കയറുന്നില്ല, നമ്മൾ ചെറുപ്പക്കാരായതുകൊണ്ട് നമുക്ക് നടക്കാം. ഡോക്ടർ ആര്യ, എന്തുകൊണ്ടാണ് നാച്ചുറോപ്പതിയിലേക്ക് വരാൻ കാര്യം? ഞാനൊരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു. അപ്പോഴവരാണ് ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് സംസാരിച്ചത്. ഞാൻ 2012 പോയത്, അവിടെ കരിയർ ഗൈഡൻസിലോട്ട് പോയത്. അപ്പോഴവരിങ്ങനെ പറഞ്ഞു, നല്ലൊരു ലൈഫ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, നല്ലൊരു കരിയർ കിട്ടും. അപ്പോൾ എനിക്ക് ഇതിന് ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. അതെ. പൊതുവേ ആൾക്കാർ വരുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരും എന്നൊരു ധാരണയുണ്ട്. അത് മാത്രമല്ലല്ലോ. അല്ല, വെയിറ്റ് മാത്രമല്ല, നമ്മൾ ലൈഫ് കുറയും. നമ്മൾ ലൈഫിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് BNS എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ വരുന്നത് ഇവിടുത്തെ ജിമ്മിലേക്കാണ്. ഇവിടുത്തെ ഒരു
ഫിറ്റ്നസ് സെന്റർ ആണ്. ഫിറ്റ്നസ് സെന്റർ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുത്തെ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ജിമ്മുണ്ട്. അപ്പോൾ ഏകദേശം സമാനമായ ഒരു ഫെസിലിറ്റി ഒരു ചെലവുമില്ലാതെയാണ്, 0 എക്സ്പെൻസിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ സ്റ്റാഫ് വന്നിരുന്ന് മെയിൽസിന് സെപ്പറേറ്റ് സമയം, ഫീമെയിൽസ് സെപ്പറേറ്റ് ടൈം, അവരുടെ ശാരീരിക സ്ഥിതി കൂടെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ആ 10 ദിവസം ഇത് സമ്പൂർണ്ണമായൊരു പാക്കേജാണ്. ഭക്ഷണം മാത്രം കഴിച്ചിരിക്കുന്ന ഒരു പരിപാടിയല്ല, മരുന്ന് മാത്രം കഴിക്കുന്ന ഒരു പരിപാടിയല്ല, അതിനോടൊപ്പം വ്യായാമം കൂടി ഉണ്ട്. എനിക്കൊന്ന് ഈ പ്രൈവറ്റ് റൂമിന്റെ ഫെസിലിറ്റിയും കൂടി ഡോക്ടറെ ഒന്ന് കാണിക്കാം. ഏതെങ്കിലും ഒരു റൂമിന്റെ നമുക്ക് വേണമെങ്കിൽ. നമസ്കാരം, എങ്ങനെയുണ്ട് താമസമൊക്കെ? വളരെ ഹാപ്പിയായി രാവിലെ. പരമാനന്ദ സുഖം. നല്ല ഉറക്കമൊക്കെ കിട്ടും. അതായത് അരി, പഞ്ചസാര, തേയില ഇതൊന്നും ഇല്ലാതെ ജീവിക്കാവുന്നുള്ളത് തെളിയിക്കും. മൊബൈൽ ഫോൺ വേണ്ട. ഇത് ഇപ്പൊ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടേക്കുന്ന റൂമായിരിക്കും അല്ലേ? റൈറ്റ്, അഡ്മിഷനായി. ഇതും ഡബിൾ ആണോ? ഇത് ഡബിൾ റൂമാണ്. നല്ല ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയ ടോയ്ലറ്റ് ഫെസിലിറ്റി. ദാ നോക്കിയാൽ നേരെ കടൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള റൂമുകളിലൊന്ന്. 4 മുറികളും കടലിലേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഇതാണ്. ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിന് പോലും നിങ്ങൾ 200-ൽ താഴെ കൊടുത്താൽ മതി അല്ലേ? 200 പെർ ഡേ അത്രേ വരത്തുള്ളൂ. അത് 10 ദിവസത്തേക്ക് 2000 രൂപ അഡീഷണൽ ആയിട്ട്. വാർഡാണെങ്കിൽ അത്രയും വേണ്ട. മൊത്തം ഭക്ഷണമടക്കം 5000 രൂപയാണ് നിങ്ങൾക്ക് ഈ റൂം സൗകര്യം ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനൊരു സംവിധാനം നമുക്കുണ്ട് എന്നത് നിങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് സ്റ്റീം സെന്ററിലേക്കും പിന്നെ യോഗ ഹാളുണ്ട്, സ്റ്റീം ബാത്ത് ചെയ്യുന്ന സ്ഥലമുണ്ട്, മസാജിങ് സെന്റർ ഉണ്ട്. നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ വരുന്നത് യോഗ ഹാളിലേക്കാണ്. വർക്കല പ്രഗതി ചികിത്സാ ആശുപത്രി ഹാളിൽ. ഒരുമിച്ചാണോ 70 പേര് ഒരുമിച്ചാണോ യോഗ? അതെ, ഇപ്പം നമ്മുടെ ആളിൽ കൂടുന്നതനുസരിച്ച് മെയിൽസിന് രാവിലെ 5:30 തുടങ്ങും, 6:30 തൊട്ട് 7:30 വരെ ഫീമെയിൽസ്. അപ്പോൾ 70 പേരാണുള്ളത്. 5:30 to 6:30 ഒരു തവണ, 6:30 to 7:30 ഫീമെയിൽസിന്, 11 മണിക്ക് ശേഷം തെറാപ്പിക്ക് യോഗ. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ. അപ്പോൾ നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യുന്ന ഈ പ്രകൃതി ചികിത്സയിലെ ഒരു അറയാണ്. ആ അറയ്ക്കുള്ളിലാണ് സ്റ്റീം ബാത്ത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അല്ലേ? ഏകദേശം എത്ര സമയം എടുക്കും ഇതിനകത്ത്? 15 മിനിറ്റ്. 15 മിനിറ്റ് ഇതിനകത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ പുഴുങ്ങിയെടുക്കും അല്ലേ? അതെ. എന്നുവെച്ചാൽ നല്ല രീതിയിൽ പ്രൊഫ്യൂസ്ഡ് സെറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നല്ല രസമുണ്ട്. മൊത്തം സ്റ്റാഫുകൾ, നഴ്സിംഗ് അസിസ്റ്റന്റ് നേഴ്സും ഇവിടെ മോണിറ്ററിംഗ് ഉണ്ടാവും. പിന്നെ അവർ കൃത്യമായി 15 മിനിറ്റിനിടയിൽ ഇറങ്ങിപ്പോണമെന്ന് തോന്നിയാൽ അപ്പോഴേ അവർക്ക് തട്ടി തുറക്കാം അല്ലേ? എല്ലാം മോണിറ്ററിംഗ് ഉണ്ടാവും. ഇതാണ് സ്റ്റീം ബാത്തിന്റെ സൗകര്യം. അത് തടി കൊണ്ട് നിർമ്മിച്ച നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയ സ്റ്റീം ബാത്ത് അറയാണ്, കമ്പാർട്ട്മെന്റ് ആണ് പ്രേക്ഷകർ കണ്ടത്. ഇതെല്ലാം സൗജന്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. പുറത്ത് പ്രൈവറ്റ് ഏജൻസി ഇതിന് എത്ര രൂപ ചെലവാക്കുന്നു ആലോചിക്കാം. ഓൺ ചെയ്ത് കാണിച്ച വെള്ളം തെറിക്കും കാണണോ? സ്പൈനൽ കോളം അമർന്ന് രോഗിയുടെ തല ഇവിടെ വരും. സ്പൈനൽ കോളം അമർന്ന് കിടക്കും. ഇത് ഈ പാരാലിസിസ് കേസുകൾക്കും ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള കേസുകൾക്കും വളരെ എഫക്റ്റീവാണ്. ഇനി ഒരു സർക്കുലർ ജെറ്റ് എന്ന് പറയും, ഫാറ്റ് മൊബിലൈസേഷനും വേണ്ടിയിട്ടും. അതെ അതെ, മതി. വളരെ പ്രഷറിൽ വെള്ളം അവർ നേരത്തേക്ക് തീരും. റൂമും സ്റ്റീം ബാത്തും മാത്രമല്ല, ലാബ് ഫെസിലിറ്റിയും ഉണ്ട്. നമുക്ക് ലാബ് ഫെസിലിറ്റിയും കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ലാബ്. എന്തൊക്കെ ചെക്ക് ചെയ്യും? ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാ ബയോമെഡിക്കലും ചെക്ക് ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോൾ ഡയബറ്റിക് വരുന്ന രോഗികൾ ഇൻസുലിൻ എടുത്തും ഗുളിക എടുത്തും വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആ അളവ് കുറയ്ക്കണമെങ്കിൽ എല്ലാ ദിവസവും മോണിറ്ററിംഗ് വേണം. അപ്പോൾ നമ്മൾ സയന്റിഫിക്കലി മോണിറ്ററിംഗ് ചെയ്തിട്ടാണ് അവരുടെ അളവ് കുറച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ താങ്ക് യു ഡോക്ടർ ഹരികുമാർ. അപ്പോൾ കാഴ്ചകൾ കണ്ടു, നല്ല അവിയൽ കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസം റെസ്റ്റ് എടുത്ത് പോയാലോ എന്നാണ്. പക്ഷെ നമ്മുടെ ജോലി അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ യാത്ര തുടരുന്നു. അതിനു മുമ്പ് നമ്മളുടെ ഈ കാഴ്ചയ്ക്ക് നമ്മളെ സഹായിച്ച ചില സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. വർക്കലയുടെ വികസനത്തിന് അനന്ത സാധ്യതകളാണ്. പ്രത്യേകിച്ച് ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് ആയുർവേദ സിദ്ധ മേഖലയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് വർക്കല. നമുക്കൊപ്പം ഡോക്ടർ ഹരീഷ് കൂടിയുണ്ട്. ഹായ് ഡോക്ടർ ഹരീഷ്. ഹായ്. ഇവിടെ നമ്മൾ ശരിക്കും ഗോവ കഴിഞ്ഞാൽ ഇത് മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത് വർക്കല. നമുക്ക് ഇനിയും ഇപ്പോൾ തന്നെ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ടൂറിസത്തിൽ ഇനി ഇവിടെ വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ടൂറിസം ഇപ്പം നമുക്ക് പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സിദ്ധ ഒരു ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു OP ഡിസ്പെൻസറി എങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, നമ്മൾ ശ്രമിച്ചാൽ. അതെ.
ഞാൻ സിദ്ധയാണ്. പിന്നെ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മർമ്മ. ഉണ്ട്. നമുക്ക് ശുദ്ധമായ ആയുർവേദം ഞാൻ അടിവരയിട്ട് പറയുന്നു. ശുദ്ധമായ ആയുർവേദം, സിദ്ധ, ആയുഷ് വകുപ്പ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ശുദ്ധമായ ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അവിടെ നമ്മുടെ ആർമിയിലുള്ള നമ്മുടെ കമാൻഡേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നു. റിപ്പോർട്ടറിന്റെ ആർമി കമാൻഡോസ് ആണ്. പേര് ഹിലാലാണ്. ഇവിടെ നമ്മുടെ ആർമിയെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു നമ്മളുടെ കമാൻഡോ. എല്ലാ ആർമിക്കും ഒരു ലീഡർ വേണമല്ലോ. മിസ്റ്റർ അനിൽ അരൂരിന്റെ നേതൃത്വത്തിൽ സുധി കാസർഗോഡിന്റെ നല്ലൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൽ ഇത്രയും പേരുടെ കഴിവും കൂടെയാണ് റിപ്പോർട്ടറിന്റെ ഒരു കരുത്ത്. ഭാഗങ്ങൾ വർക്കല, ഇടവ, പരവൂര് ഈ ഭാഗങ്ങളിലൊക്കെ ഏതൊരു വാർത്ത വന്നാലും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ടീമാണ് അഭിനാഷ്. കിളിമാനൂരാണ് സ്വന്തം പ്രദേശം. കിളിമാനൂർ ഭാഗത്തൊരു എല്ലാം ചിലിച്ചാൽ അഭിനാഷാണ്. അത് പ്രേക്ഷകർ പറഞ്ഞു. വർക്കല താലൂക്ക് റിപ്പോർട്ടറാണ്. വർക്കല താലൂക്ക്. നമസ്കാരം. പോറ്റി സാർ എന്നാണ് നമ്മളെ വിളിക്കുന്നത് അല്ലേ? ഗോവിന്ദൻ പോറ്റി എന്നാണ് പേര്. കിളിമാനൂരാണ് സ്ഥിരതാമസം. 4 നൂറ്റാണ്ടായിട്ട് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച പരിചയമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഗ്രൗണ്ടിൽ ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സേന കൂടി നമുക്കൊപ്പമുണ്ട്. അപ്പോൾ വർക്കലയിൽ നിന്ന് വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. നല്ല അവിയലൊക്കെ കഴിച്ചു, നല്ല കാഴ്ച കണ്ടു. ഉദ്ഘാടനം ചെയ്തതിനു മുമ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടു. സൂപ്പറായിരുന്നു, അടിപൊളി. അപ്പോൾ ഞങ്ങൾ വർക്കലയിൽ നിന്ന് ആർമിക്കൊപ്പം നമ്മളൊരു സൈൻ ഓഫ് പറയുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ജനസദസ്സിലേക്ക് റിപ്പോർട്ടറുമായി എത്തും നാളെ വൈകുന്നേരം 2 മണിക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.